സഹോദരരെ, ഇന്ന് മുതൽ പുതിയ നിയോഗ പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുക കേട്ടോ. അവരും പ്രാർത്ഥിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മക്കളെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഇന്ന് വ്യാഴാഴ്ച ഈ വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചായിരുന്നു. ഞാൻ പറഞ്ഞതുകൂടാതെ നിങ്ങൾ തമ്പുരാനോട് ചോദിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ നല്ലൊരു സമർപ്പണമാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഏത് മോനും മോളും ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് അവരുടെ സ്ഥാനം. അത് ഞാനായിക്കൊള്ളട്ടെ, നീ ആയിക്കൊള്ളട്ടെ, തമ്പുരാന് നമ്മൾ കൊടുക്കുന്ന സ്തുതിഗീതങ്ങളാണ് പ്രാർത്ഥന. തമ്പുരാൻ, അതായത് നമ്മളിപ്പോൾ ആഗ്രഹിക്കാറില്ലേ, അവനോടൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ, അവളോടൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ അപ്പച്ചനോട് അമ്മച്ചിയോടൊന്ന് മിണ്ടാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നേരം സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലേ? മക്കളെ, പ്രാർത്ഥന എന്നുള്ളത് ഒരു ദൈവമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ്. ഹല്ലേലൂയ. ഭാഷാപരമാണെങ്കിലോ, ഭാഷാപരത്തിൽ സ്തുതിക്കുന്ന കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവില്ലാത്തവർക്ക്, അതായത് അശുദ്ധിയുള്ള തിന്മയുള്ളവർക്ക്, സാത്താനുള്ളവർക്ക്, അല്ലേ, അങ്ങനെയൊക്കെയാണോ? തിന്മയുള്ളവർക്കൊക്കെ ഭാഷാപരത്തിൽ സ്തുതിക്കുന്നത് കാണുമ്പോൾ അസ്വസ്ഥ തീർച്ചയായിട്ടും വരുമല്ലോ. എന്തുകൊണ്ടാണ്? അവരിൽ പരിശുദ്ധാത്മാവില്ല. അതാണ് വിഷയം. നമ്മൾ ദൈവമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് ഞാനായാലും നീ ആയാലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരിൽ. അപ്പോൾ ദൈവത്തോട് സംസാരിക്കുന്ന, പ്രാർത്ഥനകളാൽ സംസാരിക്കുന്ന ഏത് മോനെയും മോളെയും ദൈവം വിടുവോ? ചില അമ്മമാരെ, അപ്പച്ചന്മാരെ കൗൺസിൽ ചെയ്യുമ്പോൾ ഞാൻ പറയും, എനിക്കിങ്ങോട്ട് കാണിച്ചു തരും ഒരു കന്യാസ്ത്രീയുടെ ഡ്രസ്സ് ഇട്ട് കന്യാസ്ത്രീക്കിട്. ഞാൻ പറയും, അയ്യോ നല്ല പ്രാർത്ഥനയാണല്ലേ, നല്ല ബ്രദറെ, എനിക്ക് അതാ പണിയുള്ളൂ എന്ന്. അതാണ് എൻ്റെ പണിയെന്ന്. ധാരാളം പ്രാർത്ഥിക്കുമെന്ന്. മക്കളെ, നമ്മൾ കേൾക്കുന്ന മോനെ മോളെ, നിന്നെയാണ് ഒരാൾ പരിശുദ്ധാത്മാവിനാൽ സ്കാൻ ചെയ്യുന്നതെങ്കിൽ, പറയണ ഞാനായിരുന്നാലും നിങ്ങളെല്ലാവരും കണക്കാണ്. എങ്ങനെയായിരിക്കും? അപ്പോൾ ബ്രദർ, അയ്യോ ബ്രദറിന് കൈയും കാലമൊന്നും ഇല്ല, നിങ്ങളെ പോലെ കൈയും കാലം ഉണ്ടോ? ഓക്കെ, കൊമ്പും പാലൊന്നും ഇല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഒരു പ്രയർ കുറഞ്ഞാൽ അവിടെ ബാലൻസ് പോകും. അവിടെ ബാലൻസ് പോകും. പക്ഷെ ബാലൻസ് പോകാതെ വിശുദ്ധിയിൽ പിടിച്ചു നിൽക്കും നമ്മൾ. ഹല്ലേലൂയ. അതായിരിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. സ്നേഹമുള്ളവരെ, നമ്മൾ കർത്താവിനോട് ചോദിക്കുക, ഞാൻ എന്ത് വേണം? അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറകുടത്തിൽ ഒന്ന് മുങ്ങിത്താഴാൻ ഞാൻ എന്ത് വേണം? നിന്റെ ചോദ്യത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിന്റെ ചോദ്യത്തിന് ക്ഷമയുണ്ടെങ്കിൽ, നിന്റെ ചോദ്യത്തിന് സമയമുണ്ടെങ്കിൽ ദൈവത്തിന് ഉത്തരം തരാൻ സമയമുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മരിച്ച് ധനദിതിയുടെ സമയത്ത് നമ്മൾ ഈ ലോകത്ത് എനിക്ക് സമയമില്ല. നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഇനി നിന്നെ കൂടാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ടാണ് നിന്നിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ദൈവരാജ്യം പ്രഘോഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവം പറയും, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ തീർന്നോ? അങ്ങനെയൊന്നും പറയൂല. പക്ഷേ അതല്ലേ അതിൻ്റെ സത്യം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഈ 43 ദിവസത്തെ നിയോഗം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിന്റെ ഒരു നിയോഗം ഇതായിരിക്കണം. ഏതാണ്? എങ്ങനെ ഒരു ദൈവത്തിൻ്റെ ദാസനാകുക, എങ്ങനെ ബഥേൽ മാതാവിൻ്റെ ടീമിൽ ഞാൻ ആ ദൈവമാകുന്ന താഴ്ത്തണ്ട്, സർവശക്തനായ ദൈവമാകുന്ന താഴ്ത്തണ്ടിനോട് ചേർന്ന് ഒരു ഇലയാകാൻ, ഒരു ഇതളാവാൻ എനിക്കങ്ങനെ സാധിക്കും. മക്കളെ, നിങ്ങളവിടെ വന്ന് ആ ചൂല് എടുത്ത് ആ മാതാവിൻ്റെ നടയെ നടച്ച്
ഒന്നടിച്ച്, അതല്ലെങ്കിൽ ആ പുണ്യഭൂമിയിൽ ഒരു പുല്ല് പറിച്ച്, അല്ലെങ്കിൽ ആ പരിശുദ്ധമായ പള്ളിയിൽ വന്നിട്ട് ആ മാതാവിനെയൊക്കെ ഒന്ന് തുടച്ച്. നിങ്ങൾക്കറിയാവോ, മാതാവിനെ തുടച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു സംഭവം ഇപ്പോൾ ഓർക്കുകയാണ്. കുറേ പേര് ഇന്ന് ജർമ്മനി പോയി പല സ്ഥലത്തും പോയേക്കണവർ ഒരു നിയോഗം എടുക്കാറുണ്ട്. ഒരു സഹോദരൻ ഒരു വർഷത്തേക്കല്ല 10 മാസത്തേക്ക് വൺ ഡേ ധ്യാനം കഴിഞ്ഞാൽ, താമസമുള്ള ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം അത് ബാത്റൂം കഴുകിയിട്ടേക്കണതാണ്. വൺ ഡേ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പനും മക്കളും ഭാര്യയും കൂടിയാണ് ചെന്നിട്ടുണ്ടല്ലോ, എല്ലാ ബാത്റൂമും അവിടെ കഴുകും. ഒരു 10 മാസത്തേക്ക് ഒരു നിയോഗം ഓർമ്മ. ഞാനെങ്കും പറഞ്ഞിട്ടല്ല കേട്ടോ, ഞാനെങ്കും പറയാറില്ല. ഹല്ലേലൂയ. താമസമുള്ള ധ്യാനം കഴിയുമ്പോൾ ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ എല്ലാ ഒരുക്ക ധ്യാനത്തിൻ്റെ അന്ന്, അതായത് ധ്യാനം തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഞങ്ങളെല്ലാ ബാത്റൂമുകളും നിങ്ങൾക്കായിട്ട് കഴുകി റെഡിയാക്കി. നല്ല മക്കൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, നല്ല മക്കളുണ്ട്, പ്രേക്ഷിതർ. ഹല്ലേലൂയ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് വിളിയുണ്ട്, അത് നിങ്ങൾക്കിഷ്ടം, ഞാനൊന്നും പറയില്ല ചെയ്യാനൊന്നും. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും മക്കൾ, റിജിയും റിജിയുടെ ഭാര്യയും ലിസി എന്നല്ല പേര്, ലിസിയും മക്കളോടെ 10 മാസത്തേക്ക് ബാത്റൂം കഴിയും. ഒരു നേർച്ച. അദ്ദേഹത്തിന് അവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കർത്താവ് കൊടുത്തു. വാഹനങ്ങളായിരുന്നാൽ എല്ലാം കൊടുത്തു, കുറേ കാര്യങ്ങൾ കൊടുത്തു. ഹല്ലേലൂയ. പിന്നീട് പ്രിയങ്ക, അവൻ്റെ പേരുന്ന് പ്രിയങ്കയും പിന്നെ എന്താണ് ഫീബസ് ഇവിടെ തിരുത്തൂരാവാണ്. നല്ലൊരു VIP ഫാമിലിയാണ്. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് അവൾ വന്നിട്ട് ചെയ്യണമെന്നറിയാമോ, എല്ലാ ബാത്റൂമും കഴുകാൻ. എത്രയോ മാസത്തേക്ക് അവൾ അങ്ങെടുത്തു. ജർമ്മൻ പഠിക്കണ സമയത്ത് അവൾ MCA ആണ്, PG അതിൻ്റെ എന്തോ ഇത് പഠിക്കാനായിട്ട് അവർ ജർമ്മനി പോകുന്നു. അവളൊരു 7 മാസത്തോളം, എത്രയോ മാസം എനിക്കറിയില്ല, 7 തേച്ചോന്നറിയില്ല. അപ്പോഴേക്കും അവളുടെ പേപ്പറൊക്കെ ശരിയായി അവൾ പോയി. ഹല്ലേലൂയ. വേറൊരു പെണ്ണ്, അവളാണിത് കൊണ്ടുവന്നത് കേട്ടോ. അവളാണ് വന്ന് മാതാവിനെ തുടയ്ക്കുക. ഒരു തുണി തന്നെ മേടിച്ചേക്കാണ് നമ്മുടെ പള്ളിയുടെ അകത്തുള്ളൊരു മാതാവിനെ തുടയ്ക്കാൻ. അവൾ നല്ലൊരു തുണി വന്നുണ്ട് തുടച്ച് വെച്ചേക്കണ മാതാവാണ്. അത് അവളുടെ ഇഷ്ടം. മാതാവിനെ ഒന്ന് സന്തോഷിപ്പിക്കുക. മാതാവിനെയൊക്കെ ഒന്ന് തുടയ്ക്കും. ബാത്റൂമൊക്കെ ഒന്ന് കഴുകിയിട്ടേക്കണ ബാത്റൂമാണ്. ഒന്നുകൂടെ അങ്ങ് കഴുകി അവൾക്കെന്ത് പറ്റി, അവൾക്കെന്ത് ചെയ്തു, നല്ല ഗവൺമെൻറ് ജോലി കർത്താവ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയാണ്? നെട്ടൂര് അവളുടെ വീട്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാനത് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് സമയം കൂടുതൽ, അതെങ്ങനെയാണ് 8 അല്ലെങ്കിൽ 9 മിനിറ്റുള്ളിലാവാൻ പാടില്ലേ. നമുക്ക് നമ്മുടെ വേദന എങ്ങനെ ഒരു പ്രേക്ഷിതനാകാം, അതിനുവേണ്ടി ചിന്തിക്കുക, അതിനുവേണ്ടി ധ്യാനിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ജീവിതം ചെറുതാണ്, മരണം ഉറപ്പാണ്, നിത്യജീവൻ വളരെ വലുതാണ്. മാതാവ് വഴി നമുക്ക് പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാൻ്റെ ഭീഷ്ടമേ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.